പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പനെതിരെ പോസ്റ്റർ. തങ്കപ്പൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ. DCC ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. ആഷിഖ് റഹ്മാനുടെ വിശദാംശങ്ങളുമായി. ആഷിഖ്, ഏത് സാഹചര്യത്തിലാണ് ഈ പ്രസിഡന്റ് രാജിവെക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യം ഉന്നയിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സംസ്ഥാനത്ത് മികച്ച വിജയം നേടുന്ന സമയത്തും ഈ ആലത്തൂരിലെ തോൽവി UDFിന് ഏറെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. അതും 20,000 മുകളിൽ ഭൂരിപക്ഷത്തിൽ K രാധാകൃഷ്ണനോട് രമ്യ ഹരിദാസ് തോറ്റിരുന്നു. ഇതിൽ രമ്യ ഹരിദാസിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തങ്കപ്പൻ തോൽവിക്ക് കാരണമായെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. അതിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയും സമാനമായ രീതിയിൽ പാലക്കാട് നഗരത്തിൽ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്നും സമാനമായി DC പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പോസ്റ്ററുകൾ. വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോൺഗ്രസ് അവലോകന യോഗത്തിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്. ആലത്തൂരിലെ തോൽവി കാരണമായ DCC പ്രസിഡന്റ് തങ്കപ്പൻ രാജിവെക്കുക എന്നാവശ്യപ്പെട്ടാണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. DCC ഓഫീസിന് മുന്നിലാണ് പോസ്റ്റർ വന്നിട്ടുള്ളത് എന്നാണ് പ്രധാനം. എന്തായാലും ഈ ആലത്തൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ KPCC അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് വീണ്ടും പോസ്റ്റർ വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് ഒറ്റക്കാണ് പ്രവർത്തിച്ചതെന്നും രമ്യ ഹരിദാസിന് ഈ ജില്ലാ നേതൃത്വത്തിന്റെ അടക്കം പിന്തുണ കിട്ടിയില്ല എന്നുള്ള വ്യാപക പരാതി ഉയർന്നിരുന്നു. രമ്യ ഹരിദാസ് തന്നെ ഒരു ഘട്ടത്തിൽ തന്നെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ജില്ലാ പ്രസിഡന്റിനെതിരെ പോസ്റ്ററുകൾ വന്നത്. ഇന്ന് വീണ്ടും രാവിലെ DC ഓഫീസിന് മുന്നിൽ പോസ്റ്റർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ വീണ്ടും ഈ രമ്യ ഹരിദാസ് അല്ലെങ്കിൽ ഒരു ജില്ലയ്ക്കുള്ളിലുള്ള നേതാക്കൾ തമ്മിലുള്ള പോരിന്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ കാണുന്നത്. ശരി, ഇത്തരത്തിൽ ആലത്തൂരിൽ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ പ്രതിഷേധം ആലത്തൂരിലാണ്. ആലത്തൂരിലെ തോൽവിക്ക് കാരണം ആരോപിച്ചാണ് ഇപ്പോൾ ഈ പോസ്റ്റർ പ്രതിഷേധവുമായി ആൾക്കാർ രംഗത്തെത്തിയിരിക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു ആഷിഖ് റഹ്മാൻ.